സൺ നെക്സ്റ്റ് ആപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഒരു ശാന്തമായ അന്തരീക്ഷത്തിൽ സംസാരിക്കാന്ന് വെച്ചിട്ടാ ഇവിടെ കാണാന്ന് പറഞ്ഞത്. എനിക്ക് ഈ കരാറിന് സമ്മതമാണ്. വ്യക്തമായിട്ട് ആലോചിച്ച് തീരുമാനിച്ചതാണല്ലോ അല്ലേ? എന്താലോചിക്കാനാ സർ? ഒരു ഓപ്ഷൻ മാത്രമുള്ളവർക്ക് അത് സ്വീകരിക്കുക മാർഗമുള്ളൂ. എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കണ്ട എന്നാണ് എൻ്റെ കൂട്ടുകാരി പറഞ്ഞത്. പക്ഷെ ഞാൻ ആലോചിച്ച് ഉറപ്പിച്ച് തന്നെയാ വന്നത്. സാറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ കോൺട്രാക്ട് ഭാര്യയാവുന്നതിന് എനിക്ക് സമ്മതമാണ്. കരാറിലെ വ്യവസ്ഥകൾ പാലിക്കാൻ താൻ എത്രത്തോളം ബാധ്യസ്ഥയാണോ അതേ ബാധ്യത എനിക്കുണ്ട്. നമ്മുടെ കരാർ കാലാവധി അവസാനിക്കും മുമ്പ് ഞാൻ തന്റെ അച്ഛനെ പുറത്തിറക്കിയിരിക്കും. എന്താ സംശയം എന്തെങ്കിലും ഉണ്ടോ? ഒരു സംശയവും ഇല്ലാത്തതുകൊണ്ടാണല്ലോ ഞാൻ ഈ കരാറിന് സമ്മതിക്കുന്നത്. കരാറിനെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ല. ഇനി എന്റെ ജീവിതത്തിൽ എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. ആ സാഹചര്യത്തിൽ ഞാൻ എന്തിനെ കുറിച്ചാ ചോദിക്കേണ്ടത്? സാർ എന്തിനു വേണ്ടി ഇങ്ങനെ ഒരു കോൺട്രാക്ട് മാരേജ് നടത്തുന്നത്? ഞാൻ സാറിന്റെ കൂടെ എങ്ങോട്ടാണ് വരുന്നത്? ആ വീട്ടിലെ അന്തരീക്ഷം എങ്ങനെയാണ്? അവിടെ എങ്ങനെയായിരിക്കും എല്ലാവർക്കും എന്നോടുള്ള അപ്രോച്ച്? ഒന്നും എനിക്കറിയില്ല. അതുകൊണ്ട് ഒരു ചോദ്യവും ഇല്ല. സാർ പറയുന്നു, ഞാൻ അനുസരിക്കുന്നു. അങ്ങനെ കാടുകയറി ചിന്തിക്കൊന്നും വേണ്ട. അവിടെ തനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. താൻ സുരക്ഷിതയായിരിക്കും. പിന്നെ കരാറിലെ പ്രധാന തീരുമാനങ്ങൾ എങ്ങനെയാണ്? നമ്മൾ ആചാരപ്രകാരം വിവാഹം ചെയ്യുന്നു, പിന്നീട് രജിസ്ട്രേഷൻ. അത് കഴിഞ്ഞാൽ എന്നോടൊപ്പം ഭാര്യയായിട്ട് താമസിക്കുന്നു. ഞാൻ തൻ്റെ ശരീരത്തെ സ്പർശിക്കില്ല. 1 വർഷം കഴിഞ്ഞാൽ നമ്മൾ പിരിയുന്നു. 1 വർഷം കഴിഞ്ഞുള്ള ഡിവോഴ്സിന്റെ കരാറും നമ്മൾ ഇതോടൊപ്പം തന്നെ ഒപ്പിടുന്നു. പിന്നെ കാലാവധിക്കുള്ളിൽ വിശ്വനാഥനെ ജയിലിൽ നിന്ന് പുറത്തു ഇറക്കും. അതിന് യാതൊരു ഫീസും തരണ്ട. അതുവരെ താൻ എൻ്റെ പൂർണ്ണ സംരക്ഷണയിലായിരിക്കും, സ്വതന്ത്രയായിരിക്കും. അല്ല, ഇനി ഈ കരാർ ഒപ്പിടാലോ? ഒപ്പിടാം. കേൾക്കോളൂ. ആ നന്ദൻ ചേട്ടനോ? അമ്മ ഇപ്പൊ അങ്ങോട്ട് വരുന്ന കാര്യം പറഞ്ഞതേ ഉള്ളൂ. പ്രോഗ്രാം ഒന്ന് ചേഞ്ച് ആയി. ആ ഞാൻ മാതിരെ വിളിച്ചായിരുന്നു. എനിക്കിവിടെ അടുത്ത് വരെ ഒരു കേസിന്റെ കാര്യവുമായിട്ട് വരേണ്ടതായിട്ട് വന്നു. അനുമോളെ അപ്പം കൂടെ കൂട്ടി. അല്ല, അമ്മ എന്താ പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞത്? അതൊക്കെ പറയാം. ചേട്ടൻ വാ മോളെ. ആഹാ അനുകുട്ടി, മോളെ, ഞങ്ങൾ അങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു. ഞാൻ നന്ദേട്ടനെ വിളിച്ചപ്പോഴാ പറഞ്ഞേ ഇങ്ങോട്ട് വരാന്ന്. ഇനി ഇവളെ ഇവിടെ തന്നെയല്ലേ താമസിക്കേണ്ടത്? ഞാൻ ഇവളെ ഇപ്പോഴേ ഇവിടെ ഏൽപ്പിച്ചിരിക്കുക. ആ ഇന്ന് രാവിലെ മുതൽ അമ്മയ്ക്ക് അനുക്കുട്ടിയെ കാണണമെന്ന് ഒരേ നിർബന്ധമായിരുന്നു. ഓ, എനിക്കിരങ്ങ് മരിച്ചാലും വേണ്ടില്ല. ഒരുപാട് സന്തോഷങ്ങൾ ഓരോന്നായിട്ട് വരുന്നത് കാണുമ്പോ അമ്മയ്ക്ക് അങ്ങനൊന്നും സംഭവിക്കില്ല. ഞാനല്ലേ അങ്ങനൊക്കെ ചിന്തിക്കേണ്ടത്? മരിച്ചു ജീവിക്കുകയായിരുന്ന എനിക്കല്ലേ ഒരു പുനർജന്മം കിട്ടിയത്. ആ മോളെ, ഞങ്ങള് പെട്ടെന്ന് റെഡിയായിട്ട് വരാം. നമ്മൾ ഒരുമിച്ച് ഒരു ഷോപ്പിംഗ് നടത്തുന്നു. ഷോപ്പിംഗോ? ആ എല്ലാം അമ്മ തീരുമാനിച്ചു കഴിഞ്ഞു. മോൾക്ക് എൻഗേജ്മെന്റിനുള്ള ഡ്രസ്സും ഓർണമെന്റ്സും ഒക്കെ അമ്മയാ സ്പോൺസർ ചെയ്യുന്നേ. അതെങ്ങനെയാ അമ്മേ ശരിയാവുന്നത്? അതൊക്കെ പെൺവീട്ടുകാരല്ലേ ചെയ്യേണ്ടത്. അതൊക്കെ ശരി തന്നെ. പക്ഷേ
ഇതെന്റെ ചെറുമോളുടെ എൻഗേജ്മെന്റാ. അതായത് ഈ മഹേശ്വരി അമ്മയുടെ ചെറുമോളുടെ. അതുകൊണ്ടേ ഞാനേ പെൺവീട്ടുകാരിയാ. ആ പിന്നെ കയ്യിലുള്ള കാശ് സൂക്ഷിച്ചു വെച്ചിട്ട് പിള്ളേർക്ക് കൊടുക്കാതെ ആർക്ക് കൊടുക്കാന്? മോളെ ഒരു 5 മിനിറ്റ് നിക്ക്, ഞാനിപ്പോ റെഡി ആയിട്ട് വരാം. ഈ എൻഗേജ്മെന്റ് നമുക്ക് അടിച്ചു പൊളിക്കണം. ആ നന്ദിട്ടിരിക്കെ, ഞാനൊരു കോഫി എടുക്കാം. ഓ, അതിനൊന്നും സമയമില്ല. ആ നിങ്ങളുടെ അടിച്ചുപൊളിയൊക്കെ കഴിഞ്ഞിട്ട് സൗകര്യപൂർവ്വം ഇവളെ എന്റെ വീട്ടിലാക്കി തന്നാ മതി. എനിക്കൊരല്പം തിരക്കുണ്ട്. ആ മോളെ, അച്ഛനിറങ്ങും. ഓക്കെ. അനുമോളെ, മോള് വീടൊക്കെ ഒന്ന് കാണാം. അപ്പോഴേക്കും ഞാനും റെഡിയായി വരാം. ആ സാക്ഷി കാരണം തേജ മരിച്ചതും ആശ്രമം സീൽ ചെയ്തതും. അതുകൊണ്ടാണ് എനിക്ക് പൂജയുടെ രഹസ്യങ്ങൾ അറിയാൻ പറ്റിയത്. ഇനി പൂജയും സാക്ഷിയും ഒക്കെ അകറ്റി നിർത്തണം. എന്റെ ജീവിതം ആകാശം മുട്ട ഉയരാൻ പോവാ. അർജുനെ ഞാൻ മെരുക്കിയെടുത്തോളാം. വിവാഹം കഴിഞ്ഞിട്ട് പൂജയൊന്ന് വിളിക്കണം ഈ വീട്ടിലേക്ക്. അവളൊന്ന് കാണട്ടെ ഞങ്ങളുടെ ജീവിതം. അതൊരു സുഖമുള്ള പ്രതികാരമായിരിക്കും. தரலாங்க சாங்க உள்ளார வந்தானா பொல்லாத வேங்க திம்ராம வாங்க பல்பாயிடுவீங்க முறப்போட நிப்பானா முட்டாம போங்க எத்தான் நந்து வரான் கேட்டையெல்லாம் கண்டு வரான் வெடிய ஒண்ணு போட்டு தில்லால ஸ்லீவ சுருட்டி வரான் காலரத்தான் பெரட்டி வரான் முடிய திருப்பி விட்டா ஏறும் உள்ளார மரணம் மாசு மரணம் டஃப் தரணும் அதுக்கு அவதான் பிறந்து வரணும் மாசு மரணம் டஃப் தரணும் ஸ்டெப் முறையா விடணும் தட்லாட்டம் தாங்க தரலாங்க சாங்க. സോറി മുത്തശ്ശി, അത് പിന്നെ ചുമ്മാ സന്തോഷം കൊണ്ട്. ചുമ്മാ സന്തോഷം കൊണ്ട്? വിവാഹ നിശ്ചയത്തിന് ഡ്രസ് എടുക്കുന്നു കേട്ടപ്പോ കേട്ടപ്പോ സന്തോഷം സഹിക്കാതെ ഞാൻ ഡാൻസ്. സന്തോഷം കൂടിയാ നീ ഡാൻസ് ചെയ്യൂ? അത് പിന്നെ ഞാനും ഡാൻസ് ചെയ്യുമായിരുന്നു പണ്ട്. ഞാൻ ഇതുപോലെ ഡാൻസ് ചെയ്യുമായിരുന്നു. അല്ല, നീ സൂപ്പറായിട്ട് ഡാൻസ് ചെയ്യുന്നുണ്ടല്ലോ. മുത്തശ്ശി പറയുന്നത് സത്യമാണോ? അതെ അനുമോളെ, ഞാനും നിന്നെ പോലെ ആയിരുന്നു. നമുക്ക് ഒരുമിച്ച് ഡാൻസ് ചെയ്താലോ? പണ്ട് മുത്തച്ഛൻ എന്നെ കാണാൻ വന്നപ്പോ ഞാൻ കളിച്ച ഡാൻസ് ദേ ഇതുപോലെ. മോളെ ഇറങ്ങ്. വാ വാ വാ. സുഖല്ലേ? വാ. മുത്തശ്ശി, അല്ല ഒരിക്കലും എനിക്ക് അച്ഛൻ കുറേ സ്വർണം തന്നതല്ലേ? അതൊക്കെ പഴയതല്ലേ. ഇവിടെ നല്ല ലേറ്റസ്റ്റ് ഫാഷനൊക്കെ ഉണ്ട്. മോള് നോക്ക്. നമസ്കാരം. നമസ്കാരം. ഇവിടുത്തെ ലേറ്റസ്റ്റ് ഫാഷനൊക്കെ മോളെ ഒന്ന് കാണിക്കണം. ആ അതെടുത്തു. അയ്യോ, ഇത് നല്ല വിലയുള്ളതല്ലേ? അനുകുട്ടി വിലയും നോക്കണ്ട, ഇഷ്ടപ്പെട്ടോ ഇല്ലയൊന്ന് പറഞ്ഞാ മതി. ഇത് ബില്ല് ചെയ്തു. ശരി മാഡം. ഓക്കെ വാ.
മോളെ നമുക്കിനി ആ വളയുടെ സെക്ഷൻ ഒന്ന് നോക്കാം. മാധുരി, നിനക്കൊരു മാല വേണമെന്ന് പറഞ്ഞില്ലേ? ഇപ്പൊ വേണ്ടമ്മേ, ഇപ്പൊ അനുമോക്ക് നോക്കാൻ വന്നല്ലേ, ആദ്യം അത് നടക്കട്ടെ. ഇഷ്ടായോ? അപ്പൊ ശരി. മാഡം ആ മോളെ, ദാ പിടിക്ക്. വരൂ. ഇരിക്കൂ. ഇരിക്കൂ. കോൺട്രാക്ട് എല്ലാ ഡീറ്റെയിൽസും അതിലുണ്ട്. നന്നായിട്ട് വായിച്ചു നോക്കിയിട്ട് ഒപ്പിട്ടു. എനിക്കൊന്നും വായിച്ചു നോക്കേണ്ട കാര്യമില്ല, സാറിന് വിശ്വാസമാണ്. വിവാഹ കരാറും ഡിവോഴ്സ് പെറ്റീഷനും ഒരേ സമയം ഒപ്പിടുന്ന ലോകത്തിലെ ഒരേ ഒരാൾ ഞാനായിരിക്കും, അല്ലേ സർ? അപ്പോ കരാറായി കഴിഞ്ഞു. ഇനി വിവാഹം എന്നാണെന്നുള്ളത് നാളെ പറയാം. നാളെ രാവിലെ വിശ്വനാഥനെ കാണാൻ നമുക്ക് ജയിലിൽ പോകണം. ശരി സർ. ഞാൻ 5 പൈസ പോലും ഫീസ് വാങ്ങാതെ തന്റെ അച്ഛനെ 1 വർഷത്തിനുള്ളിൽ ജയിലിൽ നിന്ന് പുറത്തിറക്കും. പക്ഷേ അതിന് പകരമായിട്ട്
താൻ ഒരു വർഷത്തേക്ക് എന്റെ ഭാര്യയായിരിക്കണം. ഇങ്ങോട്ട് വാ. മധുവതേ, നോക്ക്, ഇവിടത്തെ ദേവി ശക്തിയുള്ള ദേവിയാ. നമ്മൾ കാണിക്കുന്ന കുരുത്തക്കേടിന്. കുരുത്തക്കേടോ? എന്ത് കുരുത്തക്കേട്? നമുക്ക് പഴനിയിലും തിരുപ്പതിയിലും ഒന്നും പോവാൻ സാധിച്ചില്ല. അതുകൊണ്ട് ഇവിടുത്തെ അരവണയും നെയ്യും ഒക്കെ വാങ്ങി പഴനിയിൽ നിന്നും രാമേശ്വരത്തു നിന്നും വന്നൊക്കെ പറഞ്ഞ് അമ്മയ്ക്ക് കൊടുക്കുന്നു. പക്ഷേ തീർത്ഥാടനത്തിനെന്ന് പറഞ്ഞ് ഒരു വലിയ കാശ് നമ്മൾ വാങ്ങിയതാ. അതിന് നമ്മൾ ഇനിയും വാങ്ങും. അർജുന്റെ കല്യാണം അങ്ങ് നീങ്ങി നീങ്ങി പോകുന്ന അനുസരിച്ച് നമ്മളുടെ വരുമാനവും കൂടും. അല്ല, പറയുന്ന കേട്ടാ വലിയ ഹരിചന്ദ്രനാന്ന് തോന്നുമല്ലോ. അമ്മയെ ചുറ്റിപ്പറ്റി നിന്നേ പറ്റൂ, അല്ലെങ്കിൽ സ്വത്തിന്റെ ഭൂരിഭാഗവും ആനന്ദേട്ടന് പോവും. അങ്ങനെയാണെങ്കിൽ നീ എന്തു പറയുന്നു അതാണ് എനിക്ക് വേദവാക്യം. അല്ല, നമുക്ക് പ്രസാദം വാങ്ങണ്ടേ? ആ വാ. അതെ, ദേവി, ഇനി നീയുള്ളൂ എനിക്ക് ആശ്രയം. എല്ലാം നിന്റെ മുൻപിൽ സമർപ്പിക്കുക, കൈവിടരുത്. ഒരു കുഴപ്പമില്ല, ഒക്കെ ശരിയാക്കാം. അതോ വരുന്നില്ലേ? അതവളല്ലേ? ആര്? അതവള് തന്നെ. ഞാനൊന്ന് പറഞ്ഞില്ലേ, അന്ന് ക്ലബിൽ വെച്ച് എന്നെ ഗുണദോഷിക്കാൻ വന്നൊരു പെണ്ണ്. അവളെ ഞാനിന്ന് കൊല്ലും. മധു, എന്നെങ്കിലും അവളെന്റെ കൈ കിട്ടും. അമ്മേ, 45 പേരായി. വിനായകേട്ടനെ വിളിക്കണ്ടേ? ആ, വിളിക്കണം എഴുതിക്കോ. മുത്തശ്ശി, സുന്ദരിക്കുട്ടി, ഞങ്ങളുടെ കൊണ്ടേ അമ്മേ. മോളെ, യാത്രയൊക്കെ സുഖമായിരുന്നു. എന്റെ അമ്മേ, അമ്മ ഏൽപ്പിച്ച കാശും കൊണ്ടല്ലേ ഞങ്ങൾ പോയത്. പിന്നെ സുഖം വരാതിരിക്കൂ? തിരുപ്പതി, പഴനി, അങ്ങനെ എല്ലാ അമ്പലങ്ങളിലും പോയി. കണ്ടോ, ഈ ബാഗ് നിറയെ പ്രസാദമാ. ആണോ? പഴനി നിൽക്കുമ്പോഴാ അമ്മയുടെ ഫോൺ വന്നത്. അനുകുട്ടി വന്നു എന്ന് പറഞ്ഞു. അതറിഞ്ഞപ്പോ ഷൺമുഖന് 10,000 രൂപയുടെ സ്പെഷ്യൽ അർച്ചന അങ്ങ് ചെയ്തു. 10,000. എന്തായാലും എൻഗേജ്മെന്റും കല്യാണം ഒക്കെ കഴിഞ്ഞ് ഞങ്ങള് തിരിച്ചു പോകും. സാവകാശം പോയാ മതി. എത്രയോ കാലത്തിന് ശേഷം നമ്മുടെ കുടുംബത്തിൽ വന്നൊരു ആഘോഷം. അത് നമുക്ക് ഉത്സവമാക്കാം. ആരൊക്കെ ഇത് വന്നിരിക്കുന്നത്? മോളെ, അളിയോ, ഞാനിവിടെ ഉണ്ട്. യാത്രയൊക്കെ സുഖമായിരുന്നോ? അപ്പോ അളിയൻ നാളെ കമ്പനിയിലേക്ക് വരില്ലേ? അളിയായി യാത്ര ചെയ്ത് വന്നിട്ട് റെസ്റ്റ് എടുത്തിട്ട് നാളെ കൂടി. എങ്കിൽ മറ്റന്നാൾ മതി. ഓക്കെ, ഞാൻ ഇറങ്ങട്ടെ. അമ്മേ, ഞാനത്. ബൈ. പറ,
അമ്മ വേറെന്തുണ്ട് അതെ വിശേഷം? അമ്മ പറ. നിങ്ങൾ ഒരുപാട് യാത്രയൊക്കെ കഴിഞ്ഞ് വരുമല്ലേ, നിങ്ങൾക്കല്ലേ വിശേഷം? വരട്ടെ. ശരി ഏട്ടാ. മോളെ, ഞാൻ പറയുന്നോണ്ട് ദേഷ്യമൊന്നും തോന്നരുത്. മംഗളകരമായ ഒരു കാര്യം നടക്കാൻ പോവുക. ദാ ഈ വന്നു കയറിയവരെ പോലെ മനസ്സുതിയുള്ളവരെ ഈ വീട്ടിൽ നിർത്താതിരിക്കുന്നത് നല്ലത്. ദേ ഒന്നും മിണ്ടാതിരിക്കന്റെ കനകേച്ചി. മോള് പാവമായതുകൊണ്ട് അച്ഛമ്മയുടെ കയ്യിൽ നിന്ന് 2 ലക്ഷം വാങ്ങിച്ചോണ്ട് പോയി അർജുൻ മോന്റെ കല്യാണത്തിന് നേർച്ച നടത്താൻ. ഏതെങ്കിലും അമ്പലത്തിൽ പോയിട്ടുണ്ടെന്നാണോ മോള് കരുതുന്നത്? കുറച്ചു ദിവസം വീട്ടിൽ ഇരുന്ന് സുഖിച്ചു. ഇനി വീണ്ടും ഇവിടെ കനകം ഭക്ഷണം എടുത്തു വെച്ചോ. ഒരു പെണ്ണിന്റെ പുറകെ ഓടിയതിന്റെ ഒരു ക്ഷീണം. ഒരു പെണ്ണിന്റെ പുറകെ ഓടിയോ? ഞാൻ പറയാം. അർജുന്റെ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ, എന്നിട്ട് അവളെ അന്വേഷിച്ചൊന്ന് ഇറങ്ങുന്നുണ്ട്. സർ, ഞാൻ പറഞ്ഞതറിയാലോ, ഒരു കാരണവശാലും നമ്മുടെ കോൺട്രാക്റ്റും കാര്യങ്ങളും ഒന്നും. ഈ പറഞ്ഞെന്തിനാ ആവർത്തിക്കുന്നേ? എനിക്കറിയാം, ഞാനൊന്നും പറയില്ല. ചെന്നോളൂ. സർ, അച്ഛാ, ഇത് അഡ്വക്കേറ്റ് അർജുൻ സർ. ഇദ്ദേഹം അച്ഛനെ തീർച്ചയായും പുറത്തിറക്കും. സാർ, എനിക്ക് വേണ്ടിയല്ല, എൻ്റെ ഈ മോൾക്ക് വേണ്ടിയാ ഞാൻ പുറത്തു വരാൻ ആഗ്രഹിക്കുന്നത്. സ്നേഹസദനത്തിൽ വീണ കളങ്കം മാറ്റണം, എന്നിട്ട് എല്ലാം എൻ്റെ മോളെ ഏൽപ്പിക്കണം. നല്ലൊരാളെ കണ്ടുപിടിച്ച് ഇവളുടെ വിവാഹം നടത്തണം.